പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ടും പിന്നാലെ ഉണ്ടായ പ്രതിഷേധത്തെക്കുറിച്ചും പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തങ്ങളുടെ സമരം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ലെന്നും LDF നേതാവായ പിണറായിയുടെ വീട് 8 മണിക്കൂർ നേരം ഇഡി പരിശോധിച്ചു. CMRL എക്സാലോജിക് കമ്പനികൾ തമ്മിലുള്ള ഉടമ്പടികളോ ധാരണകളോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ വിഷയം LDFും പിണറായി വിജയനുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായിയുടെ വീട്ടിൽ ഒരു മോശം പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് തങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും അതിന്റെ അർത്ഥം ആരുടെയെങ്കിലും ബിസിനസ് ഇടപാടിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നല്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. അതേസമയം CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലെ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL കമ്പനി MD ശശിധരൻ കർത്തയും 5 ഉദ്യോഗസ്ഥരും സമർപ്പിച്ച അപ്പീൽ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അപ്പീലിലാണ് ജസ്റ്റിസുമാരായ A രാജവിജയരാഘവൻ, KB ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക വിധി. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ 2 ആഴ്ചത്തേക്ക് സമയം നൽകണമെന്ന CMRL അഭിഭാഷകന്റെ ആവശ്യവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ECIR രജിസ്റ്റർ ചെയ്യാതെ ഇഡിക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന CMRLന്റെ വാദം ശരിയല്ലെന്ന് കോടതി വ്യക്തമാക്കി. ECIR രജിസ്റ്റർ ചെയ്യാതെ ഇഡിക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന CMRLന്റെ വാദം ശരിയല്ലെന്ന് കോടതി വ്യക്തമാക്കി. SFIO കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ ECIR ഇട്ടത് നിയമപരമല്ലെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. എന്നാൽ ഇഡിക്ക് അന്വേഷണം നടത്താൻ അടിസ്ഥാന ക്രിമിനൽ കുറ്റകൃത്യം വേണമെന്ന വാദം തള്ളിയ കോടതി സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിനോ പ്രാഥമിക അന്വേഷണത്തിന് സമൻസ് നൽകി വിളിപ്പിക്കുന്നതിനോ ECIR പോലും ആവശ്യമില്ലെന്നും അത് നിയമപരമായ രേഖയല്ലെന്നും വ്യക്തമാക്കി.